മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും നിങ്ങളുടെ CBSE ക്ലാസ് 10 ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, പഠിക്കാനൊക്കെ തുടങ്ങിയെന്ന് മിസ് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ സയൻസിലെ, അതും ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഒരു കുഞ്ഞ് ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് മിസ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതാണ്? ലൈഫ് പ്രോസസ്സസ് ആണല്ലേ. അപ്പം എന്താണ് ഈ ലൈഫ് പ്രോസസ്സസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളുടെ ലൈഫ് അല്ലേ, ഒരു ഓർഗാനിസത്തിൻ്റെ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ, നിലനിർത്തി പോരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ആൾ ജീവിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയണമെങ്കിൽ നമ്മൾ എന്താ നോക്കുക? ഒരാൾ ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്. അപ്പോൾ ഒരു ഉറങ്ങുന്ന ആളാണെങ്കിലോ നമ്മളിങ്ങനെ കൈവച്ച് നോക്കും അല്ലേ, എയർ പോകുന്നുണ്ട്, അപ്പോൾ അയാൾ ലിവിങ് ആണ്, ജീവനോടെ ഉണ്ട് എന്ന് നമ്മൾ പറയും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൈവച്ച് നോക്കും, ഹാർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അയാൾ ജീവനോടെ ഉണ്ട് എന്ന് നമ്മൾ പറയും. സോ നമ്മളൊരാളെ ജീവനോടെയുള്ള ആളാണ്, ലിവിങ് ആണ് എന്ന് നമുക്ക് പറയണമെങ്കിൽ അയാൾ എന്തായിരിക്കണം? അയാളുടെ ബോഡിയിൽ ഒത്തിരി റിയാക്ഷൻസ്, ഒത്തിരി പ്രോസസ്സുകൾ നടക്കുന്നുണ്ടാകും. ആ റിയാക്ഷൻസ് അല്ലെങ്കിൽ ആ പ്രോസസ്സുകൾ നടക്കുന്നതുകൊണ്ടാണ് ആ ഒരു ഓർഗാനിസം ലിവിങ് ആയിട്ട് നിൽക്കുന്നത്. കാരണം നമ്മൾ കാണുന്ന പോലെയല്ല, നമ്മുടെ ഉള്ളിൽ നടക്കുന്ന റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ പല തരമാണ്. ആൻഡ് അതിനിടയ്ക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഡാമേജ് നമുക്ക് അങ്ങനെ തന്നെ കൊണ്ടു നടക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? അത് റീപ്പയർ ചെയ്യണം. ഓക്കെ, അങ്ങനെ റീപ്പയറിങ്ങും നമ്മുടെ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള പ്രോസസ്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലൈഫ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിലൊന്നാമതായിട്ട് ഇപ്പം നിങ്ങളോട് മിസ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് നിലനിർത്തണം, നിങ്ങൾക്ക് എന്ത് വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഫുഡ് എന്ന് പറയില്ലേ. അപ്പോൾ നമുക്ക് എന്ത് വേണം? ന്യൂട്രീഷൻ ഇസ് എസെൻഷ്യൽ. ന്യൂട്രീഷൻ ഇല്ലാതെ ഒരു കാര്യവുമില്ല. നമ്മൾ ഭക്ഷണം കഴിക്കും, നമ്മൾ കോംപ്ലെക്സ് ആയിട്ടുള്ള ഫുഡാണ് കഴിക്കുക, എന്നാൽ നമ്മളത് ബ്രേക്ക് ഡൗൺ ഒക്കെ ചെയ്തിട്ട് സിമ്പിൾ ന്യൂട്രിയൻസ് ആക്കും. ഇനി പ്ലാന്റ്സ് ആണെങ്കിൽ അവർ ഉണ്ടാക്കുന്നത് തന്നെ സിമ്പിളാണ്, അതുകൊണ്ട് അവർക്കൊരു ഡൈജസ്റ്റീവ് പ്രോസസ്സ് ഒന്നും അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒന്നും വേണ്ട. ഇനി ഫുഡ് മാത്രം മതിയോ? ശ്വാസം ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വേണം? നമുക്ക് ബ്രീത്തിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വേണം. ഈ ബ്രീത്തിങ് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓക്സിജൻ എടുക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ എയർ എടുത്തു, അതായത് ഓക്സിജൻ നമ്മുടെ ഉള്ളിലേക്ക് എടുത്തു. നമ്മുടെ ന്യൂട്രീഷനിലൂടെ നമുക്ക് എന്ത് കിട്ടി? ഫുഡ് കിട്ടി അല്ലേ. ഈ ഫുഡ് കഴിച്ച് അവിടെ സ്റ്റൊമക്കിൽ ഇരുന്നാൽ പോരാ അല്ലേ, നമ്മളതിനെ സിമ്പിളാക്കി മാറ്റിയിട്ട് നമ്മളത് എന്ത് ചെയ്യും? നമ്മളുടെ എല്ലാ സെൽസിലേക്കും ട്രാൻസ്പോർട്ട് ചെയ്യണം. അതുപോലെ ഓക്സിജനെയും നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ സെൽസിലേക്കും ട്രാൻസ്പോർട്ട് ചെയ്യണം. സോ നമ്മൾക്ക് ഒരു സർക്കുലേറ്ററി സിസ്റ്റം വേണം. ഈ സർക്കുലേറ്ററി സിസ്റ്റം നമുക്ക് എന്തിനാണ്? ഫോർ ദ ട്രാൻസ്പോർട്ടാണ് അല്ലേ, ഫോർ ദി ട്രാൻസ്പോർട്ട്. ആരൊക്കെയാണ് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ളത്? നമ്മളുടെ ഈ ഓക്സിജനെയും അതേപോലെ തന്നെ ഫുഡ് ഐറ്റംസിനെയൊക്കെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഇതെവിടെ എത്തിക്കും? നമ്മുടെ സെല്ലിൽ എത്തിക്കും. ഓക്സിജനും ഉണ്ട്, ന്യൂട്രിയൻസും ഉണ്ട്. ഈ ഓക്സിജൻ ഉപയോഗിച്ച് നമ്മൾ ന്യൂട്രിയൻസിനെ ബ്രേക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എനർജി കിട്ടും. ഈ എനർജിയാണ് നമ്മളുടെ ലൈഫിനെ നിലനിർത്തുന്ന സാധനം. എന്തെങ്കിലും നമുക്ക് ആവശ്യം ഓടാനും ചാടാനും ഒക്കെ നമുക്ക് എനർജി വേണം. ഇനി എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ? നമുക്ക് റീപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എനർജി വേണം. എനർജിയൊക്കെ കിട്ടി നമ്മുടെ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രശ്നം അതല്ല, നമ്മൾ എന്തുണ്ടാക്കിയാലും എവിടെ ഉണ്ടാകും? വേസ്റ്റ് ഉണ്ടാകും അല്ലേ, വേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഈ വേസ്റ്റ് നമുക്ക് സെല്ല് തന്നെ വെക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം, അതിനെ നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് എന്തുള്ളത്? എക്സ്ക്രീഷൻ ഉള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞു ചാപ്റ്ററിൽ കുറച്ച് വലിയ ചാപ്റ്ററിൽ, പക്ഷെ നല്ല രസമുള്ളൊരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള നമ്മളുടെ ബേസിക് പ്രോസസ്സ് എന്ന് നമ്മൾ കരുതുന്ന നമ്മളുടെ ന്യൂട്രീഷനാണ്. ന്യൂട്രീഷൻ. അപ്പോൾ ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ ഫുഡ് എടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ന്യൂട്രീഷൻ എന്ന് പറയാം. അപ്പോൾ ന്യൂട്രീഷനെ മിസ് എന്ത് ചെയ്യാണ്? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. ഒന്നാണ് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ, മറ്റേതാണ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ. ഓട്ടോട്രോഫിക് ന്യൂട്രീഷനും ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷനും. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഓട്ടോ എന്ന് പറഞ്ഞാൽ സെൽഫ്. നിങ്ങൾ ഓട്ടോമാറ്റിക് വണ്ടികളൊക്കെ കേട്ടിട്ടുണ്ട്, അതായത് നമുക്ക് ഗിയർ ഇങ്ങനെ മാറ്റേണ്ടത്, അത് ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് കാറുകൾ എന്താ, കുഞ്ഞുമക്കളുടെ കാറുകളൊക്കെ നമ്മൾ ബാറ്ററി എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതങ്ങ് പോയിക്കോളും അല്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ സെൽഫാണ്, സ്വന്തമായിട്ട് ചെയ്യും അല്ലേ. അപ്പോൾ ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ സെൽഫായിട്ട് എന്ത് ചെയ്യുകയാണ്? ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവരെയാണ് നമ്മൾ ഓട്ടോട്രോഫ്സ് എന്ന് പറയാം. അപ്പോൾ ഹെറ്ററോട്രോഫ്സ് എന്താണ്? അവർ ഡിപ്പെൻഡ് ഓൺ അതേഴ്സ് ഫോർ ഫുഡ്.
അപ്പോൾ നമ്മൾ കഴിക്കും പ്ലാന്റ്സ് ഉണ്ടാക്കിയ ഫുഡ് അല്ലേ, ചീര, മുരിങ്ങ അല്ലേ, പ്ലാന്റ്സിൽ നിന്നുള്ള ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ എന്താണ് പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യാണ് നമ്മുടെ ഫുഡിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും മിസ് ഞങ്ങൾ ഫിഷാണ് കഴിച്ചത്, ഞങ്ങൾ ചിക്കനാണ് കഴിച്ചത്. പക്ഷേ ഈ ചിക്കന് എവിടുന്നാണ് ഫുഡ് കിട്ടിയത്? ചിക്കന് കോഴിക്ക് എവിടുന്നാണ് ഫുഡ് കിട്ടിയത്? ഒരു വല്ല വിത്തുകളല്ലേ കഴിക്കുക, ആ വിത്ത് എവിടുന്ന് കിട്ടി? പ്ലാന്റ്സ് അല്ലേ. അപ്പം നമ്മൾ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഡിപ്പെൻഡ് ഓൺ അതേഴ്സ്. ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യാണ്? മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹെറ്ററോട്രോഫ്സ് എന്ന് പറയും. ഇനി നമ്മൾ ഓട്ടോട്രോഫ്സ് എന്താണ് ചെയ്യുക? അവർ നമ്മളുടെ സിമ്പിളായിട്ടുള്ള ഇനോർഗാനിക് സബ്സ്റ്റൻസസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഇനോർഗാനിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഉണ്ടാകും. ഈ ഇനോർഗാനിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ചുറ്റും നമുക്കറിയാമല്ലേ കുറേ ഇനോർഗാനിക് സബ്സ്റ്റൻസ് ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് അവരെന്തുണ്ടാക്കും? അവർ ഓർഗാനിക് കോമ്പൗണ്ട്സ് പ്രിപ്പയർ ചെയ്യും. സിമ്പിൾ ഇനോർഗാനിക് സബ്സ്റ്റൻസ് ഉപയോഗിച്ച് ഓർഗാനിക് കോമ്പൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നവരെയാണ് നമ്മൾ എന്ത് പറയുക? ഓട്ടോട്രോഫ്സ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ സിമ്പിൾ ഇനോർഗാനിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെടുക്കാം? കാർബൺ ഡൈ ഓക്സൈഡ്, വെള്ളം, വാട്ടർ അല്ലേ, ഇതുപയോഗിച്ചിട്ട് ഓർഗാനിക് കോമ്പൗണ്ട് ഗ്ലൂക്കോസ് പ്രിപ്പയർ ചെയ്യാണ്. സിമ്പിളായിട്ടുള്ള ഇനോർഗാനിക് സബ്സ്റ്റൻസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറൊക്കെ. അതുപയോഗിച്ച് എന്ത് ചെയ്തു? ഒരു കോമ്പൗണ്ട് ആയിട്ടുള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ട് പ്രിപ്പയർ ചെയ്യാണ്. പക്ഷേ ഇത് മാത്രം പോരാ, നമുക്ക് എന്ത് ചെയ്യാനല്ല. ഇപ്പം നമ്മൾ ഭക്ഷണം കുക്ക് ചെയ്യാനാണെങ്കിൽ നമുക്ക് എന്ത് വേണം? എനർജി വേണം, വേണ്ടേ? അപ്പോൾ അതേപോലെ ഇവിടുത്തെ നമ്മുടെ എനർജി സോഴ്സാണ് സൺലൈറ്റ്. റെഡി? ആൻഡ് ഈ സൺലൈറ്റിനെ നമുക്ക് അബ്സോർബ് ചെയ്യാനൊരു പിഗ്മെൻറ്റ് വേണം, അതാണ് ക്ലോറോഫിൽ. ഓക്കെ, അപ്പം ഇവിടെ മിസ് കാണിച്ചിരിക്കുന്നത് ഒരു ഓട്ടോട്രോഫിക് ന്യൂട്രീഷനാണ്. ഇനി ഹെറ്ററോട്രോഫ്സിലേക്ക് വരുമ്പോഴോ അവരെന്ത് ചെയ്യും? അവർക്കൊന്നും ഇങ്ങനെ സിമ്പിൾ സാധനങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അവരെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ കോംപ്ലെക്സ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനെ, അപ്പോൾ പ്ലാന്റ്സ് ഉണ്ടാക്കി വെച്ചത് ഓർഗാനിക് കോമ്പൗണ്ട് അല്ലേ, ആ കോംപ്ലെക്സ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ബ്രേക്ക് ചെയ്യും. ഓക്കെ, അതിനെ ബ്രേക്ക് ചെയ്യും, എന്നിട്ട് സിമ്പിൾ സബ്സ്റ്റൻസ് ആക്കി മാറ്റും. സിമ്പിൾ സബ്സ്റ്റൻസ്, ഫോർ എക്സാമ്പിൾ സ്റ്റാർച്ച് ആയിട്ടാണ് പ്ലാന്റ്സ് അവരുടെ ഗ്ലൂക്കോസ് ഒക്കെ സ്റ്റോർ ചെയ്യുക. അതൊരു കോംപ്ലെക്സ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എന്താക്കി മാറ്റും? ഗ്ലൂക്കോസ് ആക്കി മാറ്റും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പക്ഷേ ഗ്ലൂക്കോസ് അല്ലേ പ്ലാന്റ്സ് ഉണ്ടാക്കിയത്? പ്ലാന്റ്സ് ഉണ്ടാക്കിയപ്പോൾ ഗ്ലൂക്കോസ് ആണ്, പക്ഷേ അതിനെ സ്റ്റാർച്ച് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക. സ്റ്റോർ ചെയ്യുന്നത് എന്തായിട്ടാണ്? സ്റ്റാർച്ച് ആയിട്ടാണ്. അപ്പോൾ ഇവിടെ കോംപ്ലെക്സ് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ എന്താക്കി മാറ്റി? നമ്മൾ ബ്രേക്ക് ചെയ്തു. സോ ഇവിടെ നടന്നത് ബ്രേക്കിംഗ് റിയാക്ഷനാണ്, ബ്രേക്കിംഗ് ആണ്. ബ്രേക്ക് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? എൻസൈംസ് വേണം. സോ എൻസൈംസ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ബ്രേക്ക് ചെയ്യും. ഇവിടെയാണെങ്കിലോ മേക്കിംഗ് ആണ്, മേക്കിംഗ്. ഓക്കെ, ഇനി ആരൊക്കെയാണ് ഈ പരിപാടികൾ ചെയ്യുക? ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മെയിനായിട്ട് നമ്മളുടെ പ്ലാന്റ്സ് ഉണ്ട്. പ്ലാന്റ്സ് എന്താണ്? ഓട്ടോട്രോഫ്സ് ആണ്. ഈ പറഞ്ഞതുപോലെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും നമ്മളുടെ സൺലൈറ്റും ഒക്കെ അബ്സോർബ് ചെയ്തിട്ട് അവരെന്തുണ്ടാക്കും? ഫുഡ് പ്രിപ്പയർ ചെയ്യും. ഓക്കെ, പിന്നെ നമ്മളുടെ ബാക്ടീരിയ. നിങ്ങൾ വിചാരിക്കും ബാക്ടീരിയയിൽ തന്നെ മക്കളൊരു പ്രത്യേക ഗ്രൂപ്പ് ഉണ്ട്, നമ്മൾ അവരെ സയനോ ബാക്ടീരിയ എന്നാണ് പറയാം. ഇവർക്ക് ഫോട്ടോസിന്തസിസ് നടത്താൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇവർ രണ്ടുപേരുമാണ് നമ്മളുടെ ഓട്ടോട്രോഫ്സ്. അപ്പോൾ ഹെറ്ററോട്രോഫ്സിൽ നമ്മൾ അനിമൽസ് വരും, നമ്മൾ അതേപോലെ തന്നെ ഫംഗസ്, ഇവരാണ് ഹെറ്ററോട്രോഫ്സിൽ വരും. ഇതിപ്പോൾ ഇത്രയും മിസ് പറഞ്ഞുള്ളൂ, പക്ഷേ ഇത്രയും അല്ല ഉള്ളത്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഈ ഓട്ടോട്രോഫിക് ന്യൂട്രീഷനെ പഠിക്കാനുണ്ട്, ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷനെ പഠിക്കാനുണ്ട്. ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷനിൽ തന്നെ നമുക്ക് 3 തരമൊക്കെ ഉണ്ട്. അപ്പോൾ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ എടുക്കുകയാണെങ്കിൽ ഈ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ എടുക്കുകയാണെങ്കിൽ നമുക്കതിനെ വീണ്ടും 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 3ആയിട്ട് ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിൽ നിന്ന് ന്യൂട്രിയൻസ് വലിച്ചെടുക്കുന്നവരുണ്ട്. ഓക്കെ, അങ്ങനെ ചീഞ്ഞളിഞ്ഞ മരം അല്ലെങ്കിൽ ചീഞ്ഞുകൊണ്ടിരിക്കുന്ന ലീഫ്, അതിലേക്ക് എൻസൈം സെക്രീറ്റ് ചെയ്ത് അതിൽ നിന്ന് ന്യൂട്രിയൻസ് വലിച്ചെടുക്കും. ഓക്കെ, സോ ഒബ്റ്റെയിൻ ന്യൂട്രിയൻസ് ഫ്രം dead and decaying substance. അതിൽ നിന്ന് ന്യൂട്രിയൻസ് എടുക്കുന്നവരെയാണ് നമ്മൾ എന്ത് പറയുക? സാപ്രോഫൈറ്റിക് എന്ന് പറയാം. സാപ്രോഫൈറ്റിക്.
നമ്മളുടെ ഫംഗസ് ഒക്കെ ഈ ഗ്രൂപ്പിലാണ് വരിക. ആൻഡ് ചില ആൾക്കാർ എന്താന്ന് പറഞ്ഞാൽ ഇവരെന്ത് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു ലീഫ് ഉണ്ടെന്ന് കരുതാം. ഈ ലീഫിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ ഇവിടെ ഒരു ഫംഗസ്, ഇപ്പോൾ ഒരു മഷ്റൂം ഒരു ഫംഗസാണ്, ഇവിടേക്ക് എൻസൈം സെക്രീറ്റ് ചെയ്യും. എന്നിട്ട് ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും, ഈ ലീഫിനെ ബ്രേക്ക് ചെയ്യും. എന്നിട്ട് ഇതിൽ നിന്ന് ന്യൂട്രിയൻസ് മാത്രം വലിച്ചെടുക്കും. ന്യൂട്രിയൻസ് മാത്രം എന്ത് ചെയ്യും? വലിച്ചെടുക്കും. ഓക്കെ, അവരാണ് സാപ്രോഫൈറ്റ്സ്. ഇനി ഒന്നുണ്ട് ഹോളോസൂയിക്. ഹോളോസൂയിക് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഹോളോസൂയിക്കാണ്, അമീബ ഹോളോസൂയിക്കാണ്. ഹോൾ ഫുഡിനെ എൻഗൾഫ് ചെയ്യും. ഓക്കെ, എൻഗൾഫ് ഹോൾ ഫുഡ്, കോംപ്ലെക്സ് ഫുഡ്. എന്നിട്ട് ഉള്ളിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ഇൻസൈഡ് ദി ബോഡി. ബോഡിയുടെ ഉള്ളിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? ബ്രേക്ക് ഡൗൺ ചെയ്യും. റെഡി? ഇതാണ് നമ്മളുടെ അനിമൽസ്, അതുപോലെ അമീബയൊക്കെ. ഡൺ. അപ്പോൾ നമ്മളുടെ അമീബയുടെ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഇതാണ് നമ്മളുടെ അമീബ എങ്കിൽ ഇവിടെ ഫുഡ് കണ്ടാൽ അമീബ എന്ത് ചെയ്യും? ഈ ഫുഡിനെ മൊത്തത്തിൽ അങ്ങോട്ട് വിഴുങ്ങിയിട്ട് ഉള്ളിൽ വെച്ചിട്ടാണ് ഡൈജസ്റ്റ് ചെയ്യുക. നമ്മളും അങ്ങനെയല്ലേ, ഒരു ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ, ചിക്കനൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഫുൾ അങ്ങോട്ട് വിഴുങ്ങും, എന്നിട്ട് നമ്മൾ ഉള്ളിൽ വെച്ചാണ് ബ്രേക്ക് ഡൗൺ ചെയ്യുക. സോ അതിനെ ഹോളോസൂയിക് എന്ന് പറയും, കംപ്ലീറ്റ് ഫുഡിനെ വിഴുങ്ങുകയാണ്. ആൻഡ് മൂന്നാമത്തതാണ് പാരസിറ്റിക്. പാരസിറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലിവിങ് ആയിട്ടുള്ള ആളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അയാളുടെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുക്കുകയാണ്. ഓക്കെ, ഡിറൈവ് ന്യൂട്രിയൻസ് ഫ്രം എ ലിവിങ് ഹോസ്റ്റ്. ഒരു ലിവിങ് ആയിട്ടുള്ള ഹോസ്റ്റിൽ നിന്ന് എന്ത് ചെയ്യാണ്? ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരുടെ മേലാണോ പറ്റിപ്പിടിച്ചിരിക്കുന്നത് അത്. പക്ഷേ ഇവിടെ നോക്കിക്കേ, ഇത് ഡെഡ് ആയിട്ടുള്ള ഒരു ലീഫാണ്, ആ ലീഫിൽ നിന്നാണ് ന്യൂട്രിയൻസ് വലിച്ചെടുക്കുന്നത്. ഇതാണെങ്കിലോ ലിവിങ് ആയിട്ടുള്ള ഹോസ്റ്റിനെ, അതിനെ കൊല്ലാതെ അതിൽ നിന്ന് ന്യൂട്രിയൻസ് വലിച്ചെടുക്കും. നമ്മളെ തലയിലൊക്കെ കാണുന്ന പേനില്ലേ, ടിക്സ്, മൈറ്റ്സ്, അതൊക്കെ ഈ ഗ്രൂപ്പിലാണ് വരുന്നത്. ടിക്സ് ഉണ്ട്, മൈറ്റ്സ് ഉണ്ട്, ചെള്ളൊക്കെ ഇല്ല, ഈ നായകളുടെ ഒക്കെ മുകളിൽ കാണുന്ന ചെള്ള് പോലത്തെ സാധനമൊക്കെ പാരസൈറ്റ്സ് ആണ്. പിന്നെ നമ്മളുടെ കസ്ക്യൂട്ടാന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, മരത്തിൻ്റെ മുകളിലൊക്കെ, നമ്മുടെ മാവിൻ്റെ മുകളിലൊക്കെ നമുക്ക് ഇങ്ങനെ വളരെ നന്നായിട്ട് കസ്ക്യൂട്ടിനെയൊക്കെ കാണാം. അപ്പോൾ അത് മാവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാവിൻ്റെ ശരീരത്തിൽ നിന്ന്, മാംഗോ ട്രീയുടെ ശരീരത്തിൽ നിന്ന് ന്യൂട്രിയൻസ് വലിച്ചെടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പം ഇത് കുറച്ചേ ആയിട്ടുള്ളൂ. ശരിക്കും ഈ ഓട്ടോട്രോഫിക് ന്യൂട്രീഷനും മെട്രോട്രോഫിക് ന്യൂട്രീഷനൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഇത് വളരെ കുറച്ച് പോർഷൻ ബസ് നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതാണ്. അപ്പോൾ പഠിച്ചു തുടങ്ങാത്ത മക്കളൊക്കെ ആണെങ്കിൽ പഠിച്ചൊക്കെ തുടങ്ങുക. ഇനി നിങ്ങൾക്ക് നമ്മളുടെ CBSE ബാച്ചിൽ, നമ്മുടെ ക്ലാസ് 10 ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി.